അപ്പൊ മലക്ക് പ്രാർത്ഥിച്ചു, ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ആർക്കെതിരെയാണ്? കാരണം നോമ്പിന് ഇത്രയും അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് നമ്മൾ അതിനെ ഒന്നും കെയർ ചെയ്യാതെ രാത്രി എന്നത്തെ രാത്രിയെ പോലെയാണ്. അതല്ലെങ്കിൽ എന്നത്തെക്കാളും കൂടുതൽ പാഴാക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ രാത്രിയിൽ അങ്ങാടികളിലേക്ക് ഇറങ്ങുക, ഭക്ഷണശാലകളിലേക്ക് പോകുക, അവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി കഴിക്കുക. അങ്ങനെ രാത്രി പുറത്തിറങ്ങാനുള്ള ഒരു അവസരം കിട്ടിയതുപോലെയാണ് പലർക്കും. അതിപ്പോ സാധാരണഗതിയിൽ ഇശാക്ക് ശേഷം വീട്ടിലേക്ക് അടങ്ങണം. റമദാൻ ആകുമ്പോൾ ഇങ്ങനെ ഓരോ ഓപ്പൺ ആയതാണ്. അതുകൊണ്ട് 10 മണിവരെയും 11 മണിവരെയൊക്കെ ഇങ്ങനെ കടകളിലും മറ്റുമൊക്കെ കറങ്ങി നടക്കുക, അങ്ങനെ സാധിക്കുന്ന അത്ര ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് മാറുന്ന രീതിയിലേക്ക് റമദാനിനെ ആരും മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് പിശാചിന്റെ വ്യക്തമായ ചതിക്കുഴിയാണ്. പിശാച് ഒരാളെ നിന്നെ ശിർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിന്നെ വല്ല ബിദ്അത്തുകളൊക്കെ ചെയ്യാൻ നോക്കും. ഇനി അതിനൊന്നും നിന്നെ വഴങ്ങുന്നില്ല. നീ ബിദ്അത്തുകളൊക്കെ തിരിച്ചറിഞ്ഞ നല്ല മനുഷ്യരാണെങ്കിൽ നിന്നെ ഹറാമുകൾ ചെയ്യിപ്പിക്കും. അവിടെ നീ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഹറാമുകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തന്ത്രം നിന്റെ വാജിബുകളിൽ നിന്നെ പിന്തിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിന്റെ മുസ്തഹബായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിന്നെ എന്ത് ചെയ്യുക, പുറകോട്ടടിപ്പിക്കുക. കാരണം മുസ്തഹബായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾ പതിയെ വാജിബുകളിൽ നിർബന്ധമായ കാര്യങ്ങളിൽ അലസത വരും. പതിയെ ഹറാമുകളിലേക്ക് എത്തും. പിന്നെ ബിദ്അത്തുകളിലേക്കും ഷിർക്കുകളിലേക്കും കുഫറിലേക്കും എത്തിക്കുക എന്നുള്ളത് പിശാചിന് എളുപ്പമായി മാറും.